230. ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ആന്ധ്രയിലെ ഊരുകളിലെ കാഴ്ചകളിൽ നിന്നെല്ലാം മാറി ഞാൻ തിരികെ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണിത്. അപ്പം ഒന്നുകൂടി ആന്ധ്രയോട് യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വെൽക്കം ടു AP വില്ലേജ് സ്റ്റോറീസ് ഫൈനൽ പാർട്ട്. ഏകദേശം 10 മണിയോടുകൂടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 1 മണിക്കാണ് ട്രെയിന്. കടപ്പ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിന്. അപ്പോൾ ബസ്സിൽ പോകുന്ന വഴിക്ക് ഞാൻ പകർത്തിയ കാഴ്ചകളാണിത്. ഒടുവിൽ കടപ്പയിലെത്തി. പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് നടന്ന് 230 രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം. വളരെ ചെറിയൊരു പ്ലാറ്റ്ഫോമാണ് ആന്ധ്രയിലെ കടപ്പയിലെ പ്ലാറ്റ്ഫോം. സാധാരണയായി പ്ലാറ്റ്ഫോം നമ്പർ 1 കേരളത്തിലേക്കുള്ള ട്രെയിൻ നിർത്താറ്. എന്നാൽ ഇന്ന് എന്തോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഒരു ചെറിയ ട്രെയിനോട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടും പ്ലാറ്റ്ഫോം നമ്പർ 2 ഇന്ന് ട്രെയിൻ നിർത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ അപ്പുറത്തേക്ക് പോയി. ട്രെയിൻ വരാൻ ഇനിയും കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ആന്ധ്രയിലെ ഓരോ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. കൂടാതെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടും അങ്ങനെ നിന്നുപോയി. ആന്ധ്രയിലെ കാര്യങ്ങളൊക്കെ കേരളത്തിലെ കാര്യങ്ങളെക്കാളും വളരെയധികം വിചിത്രമാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴാണ്, അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട് എത്രയോ വലുതാണ്, എത്രയോ മികച്ചതാണ് എന്ന അനുഭവം നമുക്കുണ്ടാവുക. അപ്പോൾ എന്നെപ്പോലെ തന്നെ ട്രെയിൻ നോക്കി കുറേ പേര് ഇവിടെ നിൽപ്പുണ്ടത്. ഈ വരുന്നതാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിന്. ഇത് പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ആണ്. ഏകദേശം 1:30 ഇത് കടപ്പയിലെത്തും. ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ആലുവയ്ക്കാണ്. സാധാരണയായിട്ട് ഈ ട്രെയിനിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. കാരണം ഒരു ട്രെയിനേ ഇവിടുന്ന് കേരളത്തിലേക്ക് പോകാറുള്ളൂ. പിന്നെ ശബരിമല സീസണിലൊക്കെ സ്പെഷ്യൽ ട്രെയിന് 3-4 കാണാം. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി. ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്യുകയല്ല, ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. 230 രൂപയാണ് ടിക്കറ്റിൻ്റെ പൈസ. സ്വാഭാവികമായിട്ടും നല്ലധികം തിരക്കുണ്ട്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ബെർത്തിൽ സീറ്റ് കിട്ടി. തിരക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം തിരക്ക്. ഞാൻ ഇതിനു മുന്നേ പോയപ്പോൾ ഇതിലും അധികം തിരക്കുണ്ടായിരുന്നു. ഇന്ന് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും തിരക്കില്ല. എന്നാലും ഞാൻ ബെർത്തിൽ സ്ഥാനം ഉറപ്പിച്ചു. ഈ സമയത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അതായത് കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ വൃത്തി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ അവർ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചുമ്മാ പകർത്തി. അപ്പോഴാണ് ഒരു കച്ചവടക്കാരൻ എനിക്ക് പാൽപ്പേട വിറ്റത്. എനിക്ക് ഈ സാധനം വളരെയധികം ഇഷ്ടമാണ്. കടപ്പേര കിട്ടുന്ന ഒരുതരം പ്രത്യേകതരം പാൽപ്പേടയാണ്. കഴിച്ചു നോക്കി 50 രൂപ. വലിയ പ്രത്യേകതയൊന്നുമില്ല, എന്നാലും നല്ലധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം ഓരോ കാഴ്ചകളൊക്കെ പകർത്തി ഇങ്ങനെ ഇരുന്നു. ആന്ധ്രയിലെ ഗ്രാമങ്ങളും അതുപോലെ തന്നെ ട്രെയിൻ കടന്നു പോകുന്ന തമിഴ്നാട്ടിലെ ഗ്രമങ്ങളൊക്കെ വളരെയധികം രസമാണ്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ കൃഷികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നത്. അത് ആന്ധ്രയിലാണെങ്കിൽ വളരെയധികം ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് കയറിയാലും ഇഷ്ടം പോലെയുണ്ട്. വാഴ ആയിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, അതുപോലെ എന്തും ആയിക്കോട്ടെ, ധാരാളം കൃഷികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വളരെയധികം ഭംഗിയാണ്. ഏകദേശം വൈകുന്നേരമായി ഞാൻ എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ ആന്ധ്രയെ പറ്റി ഓർക്കുകയായിരുന്നു. അവിടെ പരിചയപ്പെട്ട ഓരോ മുഖങ്ങളും അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ ഓരോ വീടുകളും. എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ഞാൻ അവിടുത്തെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് അവരുടെ കൃഷി രീതികളും അവരുടെ താമസിക്കുന്ന വീടുകളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്നെ അവരുടെ ഓരോ വരുമാന മാർഗ്ഗം എന്താണെന്നതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ഒരു കണക്കിന് ചിന്തിച്ചാൽ ധാരാളം നല്ല കാര്യങ്ങൾ ആന്ധ്രയിലുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. ഒന്നാമത്തെ കാര്യം, അവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, അതായത് ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തീരെ കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് എങ്ങനെ ഒരു സ്ഥലത്ത് പെരുമാറണമെന്നോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ എങ്ങനെ ജീവിക്കണമെന്നൊന്നും അവർക്കറിയത്തില്ല. ശരിക്കും ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ ചിലർ കളിയാക്കുമായിരിക്കും. പക്ഷേ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണിത്. ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലെ നമ്മൾ കാണാത്ത ചില യാഥാർത്ഥ്യങ്ങൾ. ഏതായാലും ട്രെയിൻ പൊയ്ക്കൊണ്ടേയിരുന്നു. ഓരോ സ്റ്റേഷനുകളിൽ നിർത്തുമ്പോഴും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. ബിരിയാണി ആയിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ട്രെയിനിൽ സുലഭമാണ്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, വലിയ ടേസ്റ്റൊന്നും കാണില്ല. എന്നാലും ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ആന്ധ്രയിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ് എല്ലാത്തിനകത്തും മതവും ജാതിയും വലിച്ചിഴയ്ക്കുന്നൊരു സംഭവം. അതിപ്പോൾ വിദ്യാഭ്യാസത്തിലായാലും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിലായാലും ഇവരെല്ലാ സംഭവത്തിനകത്തും ജാതിയും മതവും വലിച്ചിഴയ്ക്കുന്നത് ഇവിടെ ആന്ധ്രയിൽ വളരെയധികം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആന്ധ്രയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നത് എനിക്ക് തീർച്ചയായിട്ടും അതിശയകരമായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ട്രെയിനിൽ ഇങ്ങനെ യാത്ര തുടർന്നു. പിന്നെ ഞാൻ കുറേ സമൂസ മേടിച്ചു. 20 രൂപയ്ക്ക് 4 സമൂസ, 2 മുളക്. ഇതെല്ലാം കഴിച്ച് പിന്നെയും കാഴ്ചകളെല്ലാം കണ്ട് എൻ്റെ യാത്രകൾ തുടർന്നു. എന്തായാലും കുറേ നാളായി കേരളം വിട്ടിട്ട്. കേരളം
എത്താനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെയും വിശന്നു. ആ സമയത്താണ് ചോളം വിൽക്കുന്ന ഒരു ചേട്ടൻ അതിലേ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചോളം വാങ്ങി. പുഴുങ്ങിയ ചോളമാണ്, 20 രൂപയേ ഉള്ളൂ. അതും കഴിച്ച് കിടന്നു. ഈ സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് ബർത്തയിലുള്ള ചേട്ടൻ മാറി, പകരം വേറൊരാൾ വന്നു. ആൾ കിടന്ന് നല്ല ഉറക്കമാണ്. ഞാൻ ഈ സീറ്റിൽ നിന്നൊന്നും അധികം എഴുന്നേറ്റ് പോയിട്ടില്ല. പണ്ട് ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയൊരു സമയത്ത് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ബാത്റൂമിൽ പോയി. പിന്നെ ജീവിതത്തിൽ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അത്രയധികം വൃത്തിഹീനമായിട്ടാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ഓരോ കാഴ്ചകളും. ഇതിൽ പകുതി പേരും ടിക്കറ്റ് എടുക്കാതെ കയറിയവരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തൊക്കെയായാലും വെളുപ്പിന് 3 മണിയോടൊക്കെ ആയപ്പോഴേക്കും ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് എത്താറായി. ഞാൻ എൻ്റെ ബാഗും എടുത്ത് പയ്യെ ഇറങ്ങാറായിട്ടില്ല, ട്രെയിൻ നിർത്തി തുടങ്ങി. അപ്പോൾ ഞാൻ ബാഗുമായിട്ട് പയ്യെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം, അതായത് മാസങ്ങൾക്ക് ശേഷം എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തിയതിലുള്ള സന്തോഷം എനിക്ക് വളരെയധികം വലുതായിരുന്നു. എന്തൊക്കെയായാലും വളരെയധികം നല്ല ഓർമ്മകളും മോശം ഓർമ്മകളും സമ്മാനിച്ച ആന്ധ്രനെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അപ്പോൾ ആന്ധ്രയിലെ ഓരോ കാഴ്ചകളും ഓരോ വ്യക്തികളും പരിചയപ്പെട്ട ഓരോ മുഖങ്ങളും എൻ്റെ മനസ്സിൽ പതിഞ്ഞ് അവരെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പയ്യെ നടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം.